ഹായ് ഹലോ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അടുക്കള പാചകം പുറത്തു നിന്ന് വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പ്രകൃതിയിലോട്ട് പോകും, പുറത്തോട്ട് പോകും. നിങ്ങളെ നോക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പം ഞാൻ പാചകം ഇന്നലെ ചോറും കറിയൊക്കെ വെച്ചു. പക്ഷേ ചോറ് കുറച്ചേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്തെന്നറിയാമോ, വരുന്ന വഴിക്ക് മരിച്ചിനി വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുഡ് 2 മണിയായി ഇപ്പോൾ കേട്ടോ. ഞാൻ വന്ന് പുറമൊക്കെ കഴുകിയിട്ട് കുറച്ച് നേരം കിടന്നു. ഇപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് നേരം കിടന്നു. നമുക്ക് ഫോണ് സ്റ്റാൻഡ് വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കയ്യിന് കഴപ്പാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ ഫേസ് മറയുന്നുണ്ട്. പുറത്തു നിന്ന് വീഡിയോ എടുത്താൽ നമുക്ക് മൈൻഡ് കിട്ടത്തില്ല, സംസാരിക്കാനുള്ള പവർ കിട്ടില്ല. മരിച്ചിനി വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത് വെക്കാൻ പോകണം. അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഫോൺ എടുത്തുകൊണ്ട് വന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്താ മീനെന്ന് ഞാൻ കാണിച്ചു തരാം. മരിച്ചിനൊക്കെ വെച്ചതിന് ശേഷം കഴിക്കാൻ സമയത്ത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ഞാനിപ്പോൾ മാക്സിമം ഒരു 5 മിനിറ്റിനകത്തുള്ള വീഡിയോ ഒക്കെയാണ് ഇടുന്നത് കേട്ടോ. 10-15 മിനിറ്റുള്ള വീഡിയോ എന്നിട്ട് നിങ്ങളെ ഞാൻ വെറുപ്പിക്കുന്നില്ല. നേരത്തേക്ക് ആണെങ്കിൽ മുന്നേ ഒക്കെ ഒരു 10-15 മിനിറ്റുള്ള വീഡിയോ ഇടും. ഇപ്പോൾ ഞാൻ 10-15 മിനിറ്റുള്ള വീഡിയോ ഇട്ട് നിങ്ങളെ ഞാൻ വെറുപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് വഴിയെ മരിച്ചിനി വെക്കുന്നതും കഴിക്കുന്നതും ഒക്കെ കാണാം. അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം. നല്ല സഹായത്തിൽ കിട്ടി കേട്ടോ. എൻ്റെ ഒരു കൂട്ടുകാരി ഞാൻ ജോലിയും കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവൾ വരുന്ന വഴിക്ക് എന്നെ കണ്ടിട്ട് പറഞ്ഞ് ചന്തയിൽ നിറച്ച് മീനാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാനും അങ്ങോട്ടൊന്ന് പോയി വാങ്ങിച്ചു കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എന്ത് മീനാണ് വാങ്ങിയത്, ഏത് മീനാണ് വാങ്ങിയതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്കെന്നാൽ മീൻ കാണാൻ പോകാം. അപ്പോൾ എന്ത് മീനാണെന്ന് കാണാം. മരിച്ചിനി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടേ. മരിച്ചീനി 1 കിലോ 40 രൂപ. വേവോ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. 1 കിലോ മരിച്ചിനി 40 രൂപ. കൊള്ളാം കേട്ടോ. അതും കുഴപ്പമില്ല, വെന്താൽ മതിയായിരുന്നു. നമ്മളിപ്പോൾ വെളിയിൽ ഓപ്പൺ ടെറസ് ഇരുന്നിട്ടാണ്, നമ്മുടെ അടുക്കളയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, കുഞ്ഞടുക്കള. ഓപ്പൺ ടെറസ് ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം മരിച്ചിനിയും മീനും ഒക്കെ വെക്കണം. 3 മണിയായാലും കഴിക്കാൻ പറ്റുമോ എന്തോ. അതുകൊണ്ട് മീൻ എന്താണെന്ന് കാണിച്ചു തരാം. വെട്ടം കിട്ടുമോ എന്തോ സുഹൃത്തുക്കളെ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കണ്ടോ, 150 രൂപ. ആദ്യം ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിയേ. 100 രൂപയ്ക്ക് വാങ്ങിയപ്പോഴത്തേക്ക് പിന്നെ അയാൾ പറഞ്ഞ് ബാക്കി ഇരിക്കുന്നതും കൂടെ 50 രൂപയ്ക്ക് തരാമെന്നും പറഞ്ഞിട്ട് വാങ്ങി. എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കാം. നിങ്ങളുടെ കൂടെ സാക്ഷി നിർത്തി ഞാൻ എണ്ണ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 എണ്ണം ഉണ്ട് 150 രൂപയ്ക്ക്. കണ്ടോ, 17 എണ്ണം ഉണ്ട് 150 രൂപയ്ക്ക്. ആവശ്യത്തിന് കറി വയ്ക്കാം, പൊരിക്കാം. നമ്മളിത് ഇതുപോലത്തെ ഒരു മീനൊക്കെ ഉണ്ടല്ലോ, ഇതുപോലത്തെ ഒരു അയല മീനൊക്കെ നമ്മൾ കടയിൽ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയാൽ ഇതുപോലത്തെ ഒരു അയല മീൻ വറുത്ത് വെച്ചിട്ട് അവർ 70 രൂപ 80 രൂപ വാങ്ങും. ആണോ അല്ലേ? ഇത് എൻ്റെ ഞവളയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതേ മേനിക്ക് വെച്ച് അവർ പൊരിച്ച് വെച്ചിട്ട് 70 രൂപ 80 രൂപ. നമുക്ക് ആവശ്യത്തിന് പൊരിക്കാം, കറി വയ്ക്കാം, കഴിക്കാം, ഇഷ്ടാനുസരണം കഴിക്കാം. ഭാഗ്യത്തിന് അവളെ വഴിക്ക് വെച്ച് കണ്ടപ്പോഴാണ് അവളുടെ മീനുണ്ട് പോകുന്നു. അപ്പോൾ എന്തായാലും അവൾക്ക് കിട്ടിയതിനേക്കാളും ഒരു 2-3 എണ്ണം എനിക്ക് കൂടുതൽ കിട്ടി കേട്ടോ. അവൾക്ക് കിട്ടിയതിന് അവൾ 100 രൂപയ്ക്ക് അവൾക്ക് 10 എണ്ണം എന്ന് തോന്നുന്നു. എനിക്ക് 150 രൂപയ്ക്ക് 17 എണ്ണം കിട്ടി. അപ്പോഴും 17 എണ്ണം കിട്ടി. 2 എണ്ണം കൂടുതൽ കിട്ടി. 2 3 അത്രയെങ്കിലുമൊക്കെ ആവട്ടെ.
2 കൂടുതൽ കിട്ടി. അപ്പോൾ എന്നാൽ ഞാൻ ഇതൊക്കെ കറി വയ്ക്കാം. കറി വെച്ചിട്ട് നിങ്ങൾക്ക് നമ്മളെ വിശേഷങ്ങളാണ് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത് കേട്ടോ. നമ്മളെ വിശേഷങ്ങളാണ് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത്. ഇപ്പോൾ കാണുമ്പോഴത്തേക്ക് ഞാൻ ഏത് കാര്യമായാലും നിങ്ങളെ മീനും ചോറും ചക്കയും മാങ്ങയും ഒക്കെ തന്നെയാണ് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ ഞാനിത് കറി വെക്കട്ടെ. ഞാൻ ഇതെല്ലാം വെക്കുന്നില്ല കേട്ടോ. എല്ലാം കട്ട് ചെയ്യാൻ പറ്റും, ഞാൻ എല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കും കേട്ടോ. എല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു 4-5 എണ്ണം എടുത്ത് വറുക്കാം. ഒരു 4-5 എണ്ണം എടുത്ത് ഞാൻ തേങ്ങ ചേർക്കാണ്ട് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. തേങ്ങ ചേർക്കാണ്ട് പുളിയും മുളകും അരച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ. മീനൊക്കെ അറുത്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഐഡിയ നോക്കി ഞാൻ ചെയ്യാം. എൻ്റെ കാര്യമല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് മീൻ കട്ട് ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡ് മാറും, ചിലപ്പോൾ രീതികളും വേറെയാവും. അപ്പോൾ എന്തായാലും ഞാനിതെല്ലാം വൃത്തിയാക്കി എടുക്കട്ടെ. വൃത്തിയാക്കി എടുത്തതിന് ശേഷം മീനും മരിച്ചിനിയും വെച്ചതിന് ശേഷം വീണ്ടും കാണാം. മീൻ കട്ട് ചെയ്യുന്നതും മരിച്ചിനി കട്ട് ചെയ്യുന്നതും കാണിച്ചുകൊണ്ടിരുന്നാലുണ്ടല്ലോ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. നിങ്ങളെല്ലാം ഇട്ടെറിഞ്ഞ് പോകും, വീഡിയോ കാണില്ല. നമ്മൾ എങ്ങനെയൊക്കെ നിങ്ങളെ മുന്നിൽ വീഡിയോ എത്തിച്ചാലും ഒക്കെ കണക്കാണ്. എന്നാലും ഞാൻ പിന്മാറുന്നില്ല, ഞാൻ മുന്നോട്ട് തന്നെ. എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ വീഡിയോ വൈറലാവും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 200 പേരും 300 പേരും കാണുന്ന സ്ഥാനത്ത് 50,000 1 ലക്ഷമൊക്കെ കാണുന്ന ഒരു സമയം വരും. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്മാറാൻ ഉദ്ദേശമില്ല. സംസാരിച്ചും കഥ പറഞ്ഞും സമയം കളയുന്നില്ല. അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കി കട്ട് ചെയ്ത് പാചകം ചെയ്തതിന് ശേഷം കാണാം. മീനിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വറുത്ത മീൻ റെഡി ആയിട്ടുണ്ട്. അതിന് കോരി മാറ്റാം. ഫോണ് കയ്യിൽ പിടിച്ചാണ് നിൽക്കുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ, എപ്പോഴും പറയുന്ന പോലെ തന്നെ. ചെല്ലങ്ങളെ എന്താ ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ ആരെങ്കിലും വേണം. വീഡിയോ എടുക്കാൻ ആരെങ്കിലും വേണം. കയ്യിൽ നിൽക്കുന്നില്ല കേട്ടോ, കയ്യിൽ നിൽക്കുന്നില്ല. ഓ, എന്താ ചെയ്യുക. ഇപ്പം മീനൊക്കെ ഇവിടെ ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. ഇത് കണ്ടോ. തേങ്ങ ചേർക്കാത്ത കറി, തേങ്ങ ചേർക്കാത്ത മുളക് കറി. മീൻ വറുത്ത് കോരിയിട്ടുണ്ട്. തേങ്ങ ചേർക്കാത്ത കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വെട്ടം അടിക്കുന്നതുകൊണ്ടാണ് കറിക്കൊക്കെ ഒരു കളർ വ്യത്യാസം. അപ്പോൾ എന്തെങ്കിലും റെഡി ആയിട്ട് കാണാം. അപ്പം നമ്മുടെ പാചകം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഒരു അബദ്ധം പറ്റി കേട്ടോ. മരിച്ചിനി തേപ്പ് മരിച്ചിനിയായിപ്പോയി. വെന്തില്ല കേട്ടോ, വെന്തില്ല. ഞാൻ പിന്നെ അതിനെ മഞ്ഞപ്പൊടിയൊന്നും ഇടാൻ വേണ്ടിയിട്ട് നിന്നില്ല. അതുപോലെ അങ്ങ് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കരുതി നല്ല മരിച്ചിനിയായിരിക്കുന്നു. നമുക്കിത് എവിടെ കണ്ടോ, സൂര്യപ്രകാശത്തിൻ്റെ വെട്ടം അടിക്കുന്നത് കൊണ്ട് ഇതിനൊന്നും കളറ് ഒന്നുമില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പാചകം ചെയ്തിട്ട് നിങ്ങളെ കാണിച്ച് തരാമെന്ന് പറഞ്ഞില്ലേ. പാചകം ചെയ്തിട്ട് കാണിച്ച് തരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടില്ലായിരുന്നു. ഫോണൊക്കെ ഒരു കയ്യിൽ പിടിച്ചിട്ട് എടുക്കുന്ന പാടാണേ. നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്ത. തേങ്ങയൊന്നും ചേർക്കാത്ത മുള വരച്ച കറി. തേങ്ങയൊന്നും ചേർക്കാത്ത മുള വരച്ച കറിയാണ്. കണ്ടോ. അപ്പം ഞാൻ കഴിക്കാൻ പോകുന്നു കേട്ടോ. ടാറ്റ, ബൈ ബൈ. എല്ലാവരും വീഡിയോ കാണണം കേട്ടോ.